ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. പയ്യന്നൂരിലെ വ്യാജ ആധാർ കാർഡ് ആരോപണത്തിൽ KC വേണുഗോപാലിന് വക്കീൽ നോട്ടീസ് അയച്ച CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷാണ് നിയമ നടപടി സ്വീകരിച്ചത്. അർജുൻ കല്യാട വിവരങ്ങളുമായി. അർജുൻ, ഇപ്പോൾ വ്യാജ ആധാർ കാർഡ് ആരോപണത്തിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയക്കുകയും ചെയ്തു. അപ്പോൾ തിരിച്ച് ഒരു നിയമ നടപടിയിലേക്ക് നീങ്ങുകയാണോ CPIM? അർജുൻ കല്യാട. തീർച്ചയായിട്ടും ഇപ്പോൾ CPM-ന്റെ കണ്ണൂർ സ്മൃതി, തീർച്ചയായിട്ടും CPM-ന്റെ ജില്ലാ സെക്രട്ടറി KK രാഗേഷാണ് KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിട്ടുള്ള ഈ ആരോപണത്തിൽ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ പറഞ്ഞത് പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ 3-ാം നിലയിൽ കള്ളവോട്ട് ചെയ്യുന്നതിനു വേണ്ടി വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിക്കുകയാണ് CPM, തിരഞ്ഞെടുപ്പ് അട്ടിമറിയാണ് CPM ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതായിരുന്നു KC വേണുഗോപാൽ പറഞ്ഞിരുന്നത്. ഈ ആരോപണത്തിലാണ് ഇപ്പോൾ CPM-ന്റെ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് നിയമ നടപടിക്ക് ഒരുങ്ങുന്നത്. അഡ്വക്കേറ്റ് K വിശ്വൻ മുഖേനയാണ് ഇത്തരമൊരു നിയമ നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്, അതിൻ്റെ പകർപ്പും നമ്മൾക്ക് ലഭ്യമായിട്ടുണ്ട്. എന്തായാലും നേരത്തെ തന്നെ KPCC തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ആ പരാതിയിൽ മേൽ ജില്ലാ കളക്ടറോട് അടിയന്തരമായി ഈ വിഷയത്തിൽ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്ത സംഭവമൊക്കെ ഉണ്ടായതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ CPM-ന്റെ ഭാഗത്തു നിന്നും തിരിച്ച് KC വേണുഗോപാലിന് വക്കീൽ നോട്ടീസ് അയക്കുന്ന അല്ലെങ്കിൽ ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഒരു ഏറെ വിവാദമായിട്ടുള്ള ഒരു വിഷയമായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമായിരുന്നു. കാരണം CPM ആദ്യഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരമൊരു സംഭവം ഉണ്ട് എങ്കിൽ അതിന് തെളിയിക്കാൻ പാകത്തിലുള്ള തെളിവുകൾ മുന്നോട്ട് വെക്കാൻ വേണ്ടി കഴിയണം, അല്ലെങ്കിൽ തെളിവുകളില്ലാത്ത രീതിയിൽ അസംബന്ധം പറയുന്ന രീതിയിലുള്ള സമീപനമാണ് ഇപ്പോൾ KC വേണുഗോപാൽ സ്വീകരിച്ചിരിക്കുന്നത്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ അതിരൂക്ഷമായ ഭാഷയിൽ KC വേണുഗോപാലിനെതിരെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ നിയമ നടപടി കൂടി സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. CPM-ഉം KC വേണുഗോപാലിന്റെ ഈ ആരോപണത്തിൽ നിയമ നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നൽകാൻ വേണ്ടി കഴിയുന്ന വിവരം. സ്മൃതി. അർജുൻ കല്യാട്, ഇതിപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നു CPIM. ആ നോട്ടീസിൽ പറയുന്നത് എന്താണ്? നേരത്തെ KC വേണുഗോപാൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുക മാത്രമല്ല പയ്യന്നൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രസംഗങ്ങളിലും ഇക്കാര്യം വളരെ രൂക്ഷമായി തന്നെ ശക്തമായി ചൂണ്ടിക്കാണിച്ചിരുന്നു. അവിടെ ഇപ്പോൾ DCC പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മാർട്ടിൻ ജോർജ്, ഇപ്പോൾ KC വേണുഗോപാലിന് തിരിച്ച് നിയമ നടപടിയുമായി നോട്ടീസ് അയച്ചിരിക്കുന്നു KK രാഗേഷ്. പയ്യന്നൂരിലെ വ്യാജ ആധാർ കാർഡ് ആരോപണത്തിൽ അത് കളവും ദുരുപദിഷ്ടവുമാണെന്നാണ് ആരോപണം. എന്താണ് പ്രതികരണം? ഇതിനകത്ത് കൃത്യമായി ആ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമുക്ക് കൃത്യമായ ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ട്. ആ ഇൻഫർമേഷൻ നമ്മൾ കൃത്യമായി ഫോർവേഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വം പൊതുപ്രവർത്തനം എന്ന നിലയിലുണ്ട്. ബാക്കി കോൺഗ്രസ് ലീഡേഴ്സും ഒക്കെ ചെയ്തിരിക്കുന്നു. ശ്രീ മാർട്ടിൻ ജോർജ്, ഇതിലൊരു തെളിവുണ്ടോ നിങ്ങളുടെ പക്കൽ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ ഈ പറഞ്ഞു കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ഗുരുതരമായ ആരോപണം പുറത്തു പറയുമ്പോൾ എന്താണ് തെളിവെന്ന് ചോദിക്കുമ്പോൾ എന്താണ് നിങ്ങൾ കാണിക്കുക? അത് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടോ? വക്കീൽ നോട്ടീസിൽ മറുപടി കൊടുത്തിരുന്നോ? ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് വരുമല്ലോ. അല്ലാതെ നമ്മളത് കൃത്യമായി കൊണ്ട് നമുക്ക് കൃത്യമായി ഇൻഫർമേഷൻ കിട്ടി ആ ഇൻഫർമേഷൻ നമ്മൾ പാസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളതായ ഒരു സംഘടന നമ്മൾ ചെയ്തിരിക്കുന്നത്. അത്തരം കാര്യങ്ങൾ അവിടെ നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കൃത്യമായ കാര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇൻഫർമേഷൻ ലഭിച്ച അടിസ്ഥാനത്തിലാണല്ലോ AICC-യുടെ സെക്രട്ടറി മറ്റു കോൺഗ്രസ് നേതാക്കൾ അത്തരം കാര്യങ്ങൾ പറയുന്നത്. ഇതിപ്പോ ഇത് ഇലക്ഷന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു വക്കീൽ നോട്ടീസ് അയച്ച് കാണിക്കുന്നതെന്ന് മാത്രമേ അതിനകത്ത് ഉള്ളൂ. പക്ഷെ എന്നാലും ശ്രീ മാർട്ടിൻ ജോർജ്, സംശയത്തിന് വേണ്ടി ചോദിക്കുകയാണ്, സംശയം നിവൃത്തിക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഈ പയ്യന്നൂരിലെ ഏരിയ കമ്മിറ്റി ഓഫീസിലെ 3-ാം നിലയിൽ നിന്നൊക്കെ വളരെ വ്യക്തമായൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ 3-ാം നിലയിൽ ഒരു കോൺഫറൻസ് ഹാളാണെന്നാണ് CPM തിരിച്ചു പറയുന്നത്. അവിടെ കോൺഫറൻസ് ഹാളിൽ വെച്ച് ഇവിടെ വ്യാജ ആധാർ കാർഡ് നിർമ്മിക്കുമോ എന്നുള്ള ചോദ്യം തിരിച്ചു ചോദിക്കുന്നുണ്ട്. ടെലിഫോൺ ലൈനിൽ ചെറിയ പ്രശ്നമുണ്ട്. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ആണ് പ്രതികരിച്ചിരിക്കുന്നത്. വക്കീൽ നോട്ടീസ് തിരിച്ചയക്കുന്നു എന്നുള്ളതാണ്. അർജുനിലേക്ക് വീണ്ടും അർജുൻ, ഇപ്പോൾ തിരിച്ച് CPM ഒരു വക്കീൽ നോട്ടീസ് അയക്കുന്നു. അതായത് ഞങ്ങളും വെറുതെ ഇരിക്കുന്നില്ല എന്ന് കാണിക്കാൻ രാഷ്ട്രീയമായ നീക്കം, അതല്ലാതെ അതിൽ വലിയ ഗൗരവം കാണുന്നില്ല എന്നാണ് ഇപ്പോൾ DCC പ്രസിഡന്റ് പ്രതികരിച്ചിരിക്കുന്നത്. അർജുൻ കല്യാട്, പയ്യന്നൂരാണ് സ്ഥലം. പയ്യന്നൂരിൽ ഈ തെരഞ്ഞെടുപ്പ് എത്രത്തോളം പ്രധാനമാണ്? അവിടെ CPM-ൽ നിന്നും പുറത്തു വന്നിരിക്കുന്ന, ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന
ആൾ തന്നെ ജില്ലാ സെക്രട്ടറിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന ആൾ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ളതാണ്. കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥിയാകുന്നു, ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്തു വന്ന ആൾ. മാത്രമല്ല പാർട്ടിയുമായി ബന്ധപ്പെട്ട ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടിന്റെ ആരോപണം ഉയർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. വെട്ടിപ്പ് നടത്തിയെന്ന ആരോപണം ഉയർത്തുകയാണ് ചെയ്തത്. ഈ വിഷയങ്ങളൊക്കെ അവിടെ തെരഞ്ഞെടുപ്പിൽ സജീവമാകുന്നതിനിടയിലാണ് ഇവിടെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി വ്യാജ ആധാർ കാർഡ് നിർമ്മിക്കുന്നു എന്ന മറ്റൊരു ഗുരുതരമായ ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഇതെങ്ങനെയാണ് മണ്ഡലത്തിൽ ഈ വിഷയം എത്രത്തോളം സജീവമാണ് അർജുൻ? സ്മൃതി, ആരോപണം കെ.സി. വേണുഗോപാൽ ഉയർത്തുന്നത് പയ്യന്നൂരിലെ തിരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ വേദിയിൽ തന്നെയാണ്. UDFന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ നടന്നിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേദിയിലാണ് ആദ്യമായി കെ.സി. വേണുഗോപാൽ ഇത് ഉന്നയിക്കുന്നത്. അതിന്റെ തൊട്ടടുത്ത ദിവസം രാവിലെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കെ.സി. വേണുഗോപാൽ മാധ്യമപ്രവർത്തകരെ കാണുമ്പോഴാണ് വളരെ ഗുരുതരമായ ഈ ആരോപണം ഉന്നയിക്കുന്നത്. പക്ഷേ ആ ഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താങ്കളുടെ പക്കൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകളുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് കെ.സി. വേണുഗോപാലിനോട് ചോദിക്കുകയും ചെയ്തതാണ്. പക്ഷേ തെളിവുകളൊന്നും തന്നെ അദ്ദേഹത്തിന് ആ ഘട്ടത്തിൽ പുറത്തുവിടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞിരുന്നത് തങ്ങളുടെ പക്കൽ വ്യക്തമായ രീതിയിലുള്ള തെളിവുകളുണ്ട്. CPIMന്റെ ചില നേതാക്കൾ, ആ നേതാക്കൾ ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ഈ കാര്യം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് കെ.സി. വേണുഗോപാൽ ആ ഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. നമുക്കറിയാവുന്നതാണ്, വി കുഞ്ഞികൃഷ്ണൻ അവിടെ CPIMന്റെ പയ്യന്നൂരിൽ ഏരിയ സെക്രട്ടറി ആയിരുന്നു, കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. അദ്ദേഹമാണ് പയ്യന്നൂരിൽ ധനരാജ് രക്തസാക്ഷി ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആരോപണങ്ങൾ ഉന്നയിച്ച് പാർട്ടിക്ക് പുറത്തേക്ക് വരുന്നത്. സ്വാഭാവികമായും പാർട്ടിക്ക് ഇടയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ഒരു പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നത് നമുക്കറിയാവുന്നതാണ്. പാർട്ടിയിലെ ചില കാര്യങ്ങൾ അദ്ദേഹവുമായി നിരന്തരമായി ചില ആളുകൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു പരസ്യമായ രഹസ്യം തന്നെയാണ്. എന്തായാലും അത്തരത്തിലുള്ള ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് എന്നുള്ളതും വളരെ പ്രധാനമായി നമ്മൾ കണക്കാക്കേണ്ടതാണ്. പക്ഷേ ഈ ഘട്ടം വരെയും അതിനുശേഷം കണ്ണൂർ ജില്ലാ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ടുള്ള മാർട്ടിൻ ജോർജ് പത്രസമ്മേളനം നടത്തിയ സമയത്തും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണം തെളിയിക്കാൻ പാകത്തുള്ള തെളിവുകൾ ആരുടെയെങ്കിലും പക്കലുണ്ടോ, എപ്പോഴാണ് ഈ തെളിവുകൾ പുറത്തേക്ക് വിടാൻ കോൺഗ്രസ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യമൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവുകൾ പുറത്തുവിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് ചെയ്തിരിക്കുന്നത്. തിരിച്ച് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു CPM എന്നുള്ളതാണ്. അപ്പോൾ പയ്യന്നൂർ കേന്ദ്രീകരിച്ച് CPM കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് യുദ്ധം മൂർധന്യാവസ്ഥയിലാണ്.